ഈ ക്ഷേത്രത്തിന്റെ സ്ഥാപക അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബലിഷ്ഠമായ കരമെന്ന് പറയുന്നത് ആർഷശ്രീ ശിവമയി മാതാജിയാണ്. നമുക്ക് ഈ മാതാജിയോട് ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? മാതാജി നമസ്കാരം. ഈ ക്ഷേത്രം ഞാൻ അവിടെ വന്ന് 1 വർഷത്തിന് മുമ്പാണ് ഇവിടെ വന്നത്. ആ സമയത്ത് ഈ ക്ഷേത്രം ഇത്ര പുരോഗമിച്ചിട്ടില്ല. പക്ഷേ 1 വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ഈ ക്ഷേത്രത്തിലൊരു പ്രഭാഷണം ചെയ്യുവാൻ വേണ്ടി വന്നപ്പോൾ ഈ ക്ഷേത്രത്തിന് ഭയങ്കരമായ മാറ്റമുണ്ടായിട്ടുണ്ട്. അപ്പം ശനീശ്വര ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ഭക്തജനങ്ങളുടെ അനുഭവങ്ങൾ എന്താണ്? ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ പ്രാധാന്യം എന്താണ്? ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് എന്താണ് ഭഗവാൻ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ എന്തായിരിക്കും അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന അനുഭവങ്ങൾ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ, അതിലൊരു പുളിന്തറ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു കോട്ടയം എറണാകുളം റോഡാണ്. അതിൻ്റെ അവിടെ നിന്ന് പുളിന്തറ ജംഗ്ഷനിൽ നിന്ന് ഒരു 800 മീറ്റർ ഇതിലേക്ക് മാറി ഓമല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ വരാനുണ്ടായ കാരണം വാസ്തവത്തിൽ എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന്റെ സമീപത്തായിട്ട് തൊട്ട് താഴെ ഒരു ക്ഷേത്രം ഒരു വലിയ ക്ഷേത്രം. അതെ, അത് ശരിക്കും പറഞ്ഞ ഒരു ഇല്ലത്തിന്റെ വകയായിരുന്നു. ഓമല്ലൂര് ശ്രീ മഹാദേവി ക്ഷേത്രം എന്നാണ്. പക്ഷെ ഇപ്പോഴത് ശിവഭഗവാനും പാർവതിദേവിയും കിരാത രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഉമാമഹേശ്വര ക്ഷേത്രം എന്നാണ് ഇപ്പോഴത് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഇല്ലക്കാര് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് വിട്ടുപോവുകയും ഏതാണ്ട് 5 ദേശത്തിന്റെ ആധിപത്യം ഉണ്ടായിരുന്ന മണ്ണാണ് ഈ ഓമല്ലൂർ എന്ന് പറയുന്ന ദേശം. പരമ പവിത്രമായിട്ടുള്ള വളരെയധികം ദിവ്യമായിട്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്ന അത്രമാത്രം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന് ശോചനീയത സംഭവിച്ചപ്പോൾ ഈ നാട്ടിൽ പല അനർത്ഥങ്ങളൊക്കെ സംഭവിച്ചതായി കേട്ടിട്ടുണ്ട്. ഒരു ദേശത്തിന്റെ ആധിപത്യത്തിൽ നിൽക്കുന്ന ഒരു ദേവത അല്ലെങ്കിൽ ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ഒരു ആരാധന സങ്കേതങ്ങള് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ദോഷങ്ങൾ സംഭവിക്കുമ്പോൾ ആ പ്രദേശവാസികൾക്കും ആ നാട്ടിലെ ജനങ്ങൾക്കും ചില അനർത്ഥങ്ങൾ സംഭവിക്കുമെന്നാണ് പറയുന്നത്. 365 ദിവസവും നിനക്കൊരു ദീപം തരാൻ ഒരു മനസ്സെനിക്കുണ്ട്, നീ എനിക്കൊരു മാർഗം കാണിച്ചു തരിക. ഞാനത് പറയുന്നത് 2003-ലാണ്. പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ജോലിക്ക് പോയി. അങ്ങനെ പിന്നെ തിരിച്ച് 2005 ഞാനിതിൽ വരുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഇതൊരു 8 സെന്റ് സ്ഥലമുള്ളൂ ഈ സ്ഥലം, ഈ ക്ഷേത്രം. അന്ന് ക്ഷേത്രം ഒന്നുമില്ല, ഇത് വെറും ഒരു മണ്ണായിട്ട് വെറും ഇതായിട്ട് നിൽക്കുക. അപ്പൊ ഈ താഴേക്ക് അങ്ങ് ഇറങ്ങി പോകുമ്പോൾ അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, കാര്യം ആ ക്ഷേത്രം പുനരുദ്ധരിക്കണം, നമ്മുടെ നാടിൻ്റെ ഇതാണല്ലോ. അപ്പോൾ ആ നാട്ടിലൊരു നന്മ ഉണ്ടാവണമെങ്കിൽ അതിനൊരു നന്മയുണ്ടാവുക. അപ്പോൾ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഈ കുറച്ച് നല്ല കാര്യങ്ങൾ നടക്കുന്നൊരു സങ്കേതമായിട്ട് ഭാവിയിലേക്ക് ഈ ഭൂമി ഇരിക്കട്ടെ. അപ്പോൾ ഇത് ചിന്തിക്കുമ്പോഴെന്താണെന്ന് ചോദിച്ചാൽ അറിയുന്നത് ഈ ഭൂമി ദേവന്റെ മറ്റ് ആരാധനകളൊക്കെ മുൻപുണ്ടായിരുന്നു, ഇതിനകത്തൊരു കരിമ്പനിയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് നശിച്ചു പോവുകയും പിന്നീട് അങ്ങനെ ഈ പ്രദേശത്ത് കുറച്ച് ലോപം സംഭവിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഈ ഭൂമി വളരെ ഇതായിട്ട് നമ്മുടെ ഭൂമിയാണെന്ന് മനസ്സിലായി, അത് വന്നു ചേർന്നു. എന്നിട്ട് നമുക്ക് അപ്പോഴും നാളെ. പക്ഷെ ആ സമയത്ത് ഞാനിങ്ങനെ വായനയുടെയും പഠനത്തിൻ്റെയും ഒക്കെ ഒരു കാലത്ത് ഞാൻ കണ്ടുമുട്ടിയ ചില ഗുരുക്കന്മാരുണ്ട്. ചില ഋഷീശ്വരന്മാരുടെ സങ്കേതങ്ങളിലും മറ്റ് ഷിർദി ബാബ പോലെയുള്ള അതേപോലെയുള്ളവിടത്തൊക്കെ ചെന്നപ്പോൾ പ്രത്യക്ഷമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ ഒരുപക്ഷെ മാമിന് എൻ്റെ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാകും. കാരണം ചില സങ്കേതങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ഒരു അനുഭവം ഉണ്ടല്ലോ, അത്തരത്തിലൊക്കെയുള്ള ചില പരിവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങി. അപ്പോഴും നമുക്കൊരു ക്ഷേത്രം ചെയ്യണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലായി, വേർ ദർ ഇസ് ഹോളി ദർ ഇസ് ഗോഡ്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഞാനിങ്ങനെ ഈ ഉപനിഷത്തുകൾ വായിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഞാൻ ബൈബിള് വായിച്ചു. ഈ ബൈബിൾ എനിക്കൊരു പ്രചോദനം തന്നു. അവിടെ നിന്ന് വരുന്ന സമയത്ത് പിന്നെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ചില കാര്യങ്ങളെല്ലാം ഭഗവത്ഗീതയായിട്ട് കണക്റ്റഡായി. തുടർന്ന് ഞാൻ ഉപനിഷത്ത് വായിക്കാൻ തുടങ്ങി. ഈ പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്ത് എന്നെ വളരെയധികം സ്വാധീനിച്ചു. അതിനകത്ത് ഹുവാമൈ, ഞാൻ ആരാണ്,
ഞാൻ എന്താണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ എന്തിനാണ് വന്നത്, ഇനി ഞാൻ എങ്ങോട്ട് പോകും, ഇങ്ങനെ ഈ ഒരു അന്വേഷണ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ 4 പേർക്ക്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ചെറുതായിട്ട് ജ്യോതിഷത്തിൻ്റെ ബാലപാഠം മനസ്സിലാക്കി. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു സംഭവം രൂപപ്പെടുവാണെങ്കിൽ, അപ്പോൾ അതിനോടൊപ്പം എനിക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ താഴത്തെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റും. ഭക്തരെയും വിശ്വാസികളെയൊക്കെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിടാം. കാരണം അതിപുരാതനമായിട്ടുള്ളതും അതീവ പവർഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള കിരാത രൂപത്തിൽ ശരിക്കും സാക്ഷാൽ അർജുനന് പാശുപതാസ്ത്രം കൊടുക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കാൻ ഭഗവാൻ താമസിക്കുമ്പോൾ ഭഗവതി അമ്മയാണ് പറയുന്നത് കൊടുക്കൂ എന്ന് പറയുന്ന അത്രയും ഭാവത്തിലിരിക്കുന്ന ഒരു ഇതിലാണ്, കൊടുക്കുന്ന ദേവിയാണ്, അത്ര ചൈതന്യം. പക്ഷെ അതിൻ്റെ ആ ജീർണതയെല്ലാം നമുക്ക് വലിയൊരു സങ്കടമായപ്പോൾ എന്തെങ്കിലും ഒരു നന്മ അവിടെ രൂപപ്പെടണം എന്നുള്ളൊരു ചിന്തയിൽ ഭഗവാനായിട്ട് തന്നെ ആയിരിക്കാം ഈ ഭൂമി നമുക്ക് വാങ്ങാൻ ഇടയായി. ഈ വസ്തുവിൽ നമ്മളിവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും ശനീശ്വരനെ തന്നെ അവിടെ സ്ഥാപിക്കണമെന്നും തോന്നാനുണ്ടായ ചേതോവികാരം എന്താണെന്ന്, അത് തന്നെയില്ല, നമുക്ക് ശനീശ്വരൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ പോലും ഈ ഞാനൊക്കെ സാധാരണക്കാരായ ആളാണ്. ഇപ്പം ശനീശ്വരൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയമാണ് നമുക്ക്. അങ്ങനെ ഭയപ്പെടുത്തുന്നൊരു ഭഗവാനാണ് ശനീശ്വരൻ എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. ശനി ബാധിക്കുന്ന സമയം എന്നൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത സമയമാണ്. അപ്പോൾ ആ ശനീശ്വരനെ തന്നെ ഒരു ഈശ്വരനായിട്ട് ഇവിടെ സ്ഥാപിക്കുവാൻ തോന്നിയ കാര്യം എന്താണ്? ഈ ഭൂമി വാങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കിതിനകത്ത് മനസ്സിൽ ആദ്യമേ തോന്നിയത് ഒരു ഹോളിസ്റ്റിക് കൗൺസിലിംഗ് സെന്റർ തുടങ്ങണം. അതാണ് മനസ്സിൽ ആദ്യമേ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരു കൗൺസിലിംഗ് സെന്റർ അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറ്റുന്ന ഒരു സങ്കേതം എന്നാണ് കരുതിയത്. പക്ഷേ ഇത് തന്നെ തുടർന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു എങ്കിലും തുടർന്ന് ഞാൻ ഈ 2003 ഷിർദിയിൽ പോയി. ഷിർദിയിൽ എനിക്ക് പോയി അവിടെ ഒരു ദർശനം ചെയ്യുമ്പോൾ ഷിർദി ബാബ പ്രത്യക്ഷത്തിൽ ദർശനം തന്നു. അതെങ്ങനെയാണ് പറയാന്നറിയത്തില്ല, പക്ഷേ പ്രത്യക്ഷത്തിൽ ദർശനം തന്നെനിക്ക്. അവിടെ വെച്ചാണ് ഞാൻ കേൾക്കുന്നത് ശനി ഷിഗ്നാപൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം മഹാരാഷ്ട്രയിൽ. അവിടെ ഏതാണ്ട് ഈ ഷിർദിയിൽ നിന്ന് ഒരു 90 കിലോമീറ്റർ പോകുമ്പോൾ അവിടെ ഒരു ശനീശ്വര ക്ഷേത്രമുണ്ട്. അപ്പോൾ ശനി ഷിഗ്നാപൂരല്ല. അപ്പോൾ ചിലർ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല. ഈ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര, ഇപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പോൾ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നോർത്ത് എനിക്ക് ആഗ്രഹം തോന്നി. പക്ഷെ അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിനൊരു വല്ലാത്തൊരു, ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് നിരന്തരം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ ഈ നെറ്റിലെല്ലാം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ശനീശ്വരനും ഒരു അമ്മയുണ്ടല്ലോ, അപ്പോൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ടും അവിടെ അത് നിഷിദ്ധം എന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്തോ ഒരു കള്ളവാണ്. അതുകൊണ്ട് സ്ത്രീകൾക്കും കൂടി വരാവുന്ന രീതിയിലുള്ള, സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല, അപ്പൊ അങ്ങനെ വരാൻ ഒരു വഴിയുമില്ല. അങ്ങനെ ഭഗവാനെയും പ്രസവിച്ചത് ഒരമ്മയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ അങ്ങനെ അവഗണിക്കപ്പെടത്തില്ലല്ലോ. അപ്പൊ ഈ ഒരു ചിന്തയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഇതിന് അന്വേഷണം തുടങ്ങി. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ശനിദേവനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കി. ഒരു കർമ്മഫല ദാതാവാണ് ശനീശ്വരൻ. അതെ അതെ. അപ്പൊ നമ്മുടെ ഓരോ മനുഷ്യരും അവനവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള അതിന്റെ കർമ്മത്തിന്റെ പ്രതിഫലം കൊടുക്കുന്ന ഒരാളാണ് ശനിദേവൻ. ജസ്റ്റിസ് ഓഫ് യൂണിവേഴ്സ്, ലോകത്തിന്റെ നീതിപതി, നവഗ്രഹങ്ങളിലെ ന്യായാധിപൻ. അപ്പൊ ഇങ്ങനെ കൂടുതൽ മനസ്സിലാക്കി വന്നു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഈ ശനിദേവനെ കുറിച്ച് ജ്യോതിഷികളോ മറ്റു ചിലരൊക്കെ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരാളല്ലെന്നും, ക്രൂരനല്ല, ദുഷ്ടനല്ല, ദ്രോഹിയല്ല, നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദേവനല്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ജോലി വിട്ടിട്ട് തിരിച്ചു പോരുമ്പോൾ തിരുനല്ലാറ്, അതായത് നമ്മുടെ പുരാണങ്ങളിലെല്ലാം പറയുന്ന ഒരു പൗരാണിക ക്ഷേത്രമാണ് തിരുനല്ലാറ് ശനീശ്വര ക്ഷേത്രം. കുംഭകോണ ഭാഗത്താണ് നവഗ്രഹ ക്ഷേത്രങ്ങളുള്ളത്. ഇത് പോണ്ടിച്ചേരിയിലാണ്, തമിഴ്നാട്ടിൽ. അപ്പം ഞാൻ അവിടെ പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചിങ്ങി പോരുന്ന വഴി യാത്രാമധ്യേ തിരുപ്പറംകുണ്ട്രം ഭാഗത്ത് വന്നു. അവിടെ മുരുകനുണ്ടല്ലോ, അവിടുത്തെ മുരുക ഭഗവാനെയും ദർശനം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ സഞ്ചാരമധ്യേ, നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, കാരണം എനിക്ക് ഭഗവാനോട് ഭയങ്കര സ്നേഹമായി. കാരണം പുള്ളിക്കാരനെ അറിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലായി, ഹൂയിസ് ചെയ്യുന്ന നമുക്ക് മനസ്സിലായപ്പോൾ ഭഗവാനോടൊരു വലിയൊരു സ്നേഹം തോന്നി. പിന്നെ അവിടെ കണ്ടു തൊഴുതു പോരുന്നു. അപ്പോഴും ക്ഷേത്രമൊന്നും മനസ്സിലില്ല. തിരിച്ചു പോരുന്ന സമയത്ത് തിരുപ്പറംകുണ്ട്രം വിട്ട് കുറച്ചിങ്ങി പോരുന്ന സമയത്ത് വഴിയിലിരിക്കുന്ന ഇങ്ങനെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. നമ്മൾ സഞ്ചരിച്ചിരുന്ന വണ്ടി. അപ്പോൾ എല്ലാവരും ഇറങ്ങി വഴിയിൽ നിന്നൊക്കെ ഇറങ്ങി നോക്കുമല്ലോ. അങ്ങനെ നോക്കിയ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശില്പങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇടം കാണാനിടയായി. അതായത് നമുക്ക് വേണ്ടി മാത്രം സംഭവിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില അനുഭവമായി. കയറി അങ്ങ് ചെല്ലുമ്പോഴേ കാണുന്നത് തിരുനല്ലാറ് വെച്ച് കണ്ട ആൾ അവിടെ നിൽക്കുന്ന ഒരു ശനീശ്വരന്റെ ശില്പം.
അത് ശരി. അപ്പോൾ അപ്പോഴേ നമ്മൾ എല്ലാം ഒരു നിമിത്തമായിരുന്നു അല്ലേ? ഇത് നമ്മൾ ചോദിക്കുവാണ്. അപ്പം എനിക്ക് ഈ തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇത് അറിയത്തില്ല. അപ്പോൾ കാക്കയെ കണ്ടത് ഇനി സുബ്രഹ്മണ്യ സ്വാമിയാണെന്നും അറിയത്തില്ല, പക്ഷെ എനിക്കിത് തരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അമ്മ உங்களுக்கு தெரியாதா, ഇത് ശനി. അപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞു, ഇത് ശനിയുടെ വാഹനമാണ്, ഇത് ശനിയാണ്. ലോകത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യരും ശനിയെ മേടിച്ചോണ്ട് പോയ ചരിത്രമില്ല. അപ്പോൾ എനിക്ക് അറിയാതെ തെറ്റുപറ്റിയതാണെന്ന് കരുതിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്നൊരു മലയാളം തിരിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരു നിമിഷം ഇത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അത് വേണമെന്ന് ശടിച്ച് അങ്ങനെ കയ്യിലിരുന്ന കാശ് കൊടുത്ത് ഭഗവാനെ വാങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, ഇത് മലേഷ്യക്ക് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ് അവർ, എന്നിട്ട് വരാൻ വൈകിട്ടുണ്ട്, ഇതിനോടകം പറഞ്ഞ കാലാവധി കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഒരു പക്ഷേ നമുക്ക് കേരളക്കരയിലേക്ക് വരാനുള്ള ഒരു നിമിത്തമായി കാണും അത്. അപ്പോഴത്തേക്ക് ഇത് കൗൺസിലിംഗ് സെന്ററിന് രൂപം കൊടുക്കുന്ന ഈ ഭൂമിയിൽ ഇവിടെ ഒരു കെട്ടിടം പണിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കെട്ടിടം പണിയുന്നതിൽ വെച്ചു. പിന്നീട് 2008 ഹോളിസ്റ്റിക് ഹ്യൂമൻ ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞ് കൗൺസിലിംഗ് സെന്ററും അതോടൊപ്പം ആ പൂജാമുറിയിൽ ഈ ദേവനെയും വെച്ച് എൻ്റെ ദേവനായിട്ട് മാത്രം, അപ്പോഴും പബ്ലിക്കിൻ്റെ അമ്പലമല്ല, എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ദേവൻ എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ അല്പാൽപമായി ഉണ്ടായ പരിവർത്തനമാണ് ഇത്രയും വരെ. പിന്നീട് ഇതിനെ താന്ത്രിക വിധി പ്രകാരം പ്രതിഷ്ഠ ചെയ്തു. പുറത്തേക്ക് ക്ഷേത്രം 2010 ചെറിയൊരു ക്ഷേത്രമായിട്ട് തന്നെ പണിതു. ഉടുപ്പി ബേലൂർ മഠ അനന്തേശ്വർ ഭട്ടായിരുന്നു അദ്ദേഹത്തിന് ഇതിൻ്റെ തന്ത്രം. 12 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും 2022 നമ്മൾ പുനരുദ്ധാരണം നടത്തി. ഇപ്പോൾ 2024 പുനഃപ്രതിഷ്ഠ നടത്തി. ഞങ്ങൾ അന്ന് കഴിഞ്ഞ വർഷം വന്നിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യർക്കൊക്കെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടായി. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്ന അതിനാണല്ലോ, നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട് എല്ലാവർക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇനിയിപ്പം അടുത്ത ഈ മിഥുനത്തോടുകൂടി വ്യാഴത്തിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്, നവഗ്രഹങ്ങളിൽ നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യാഴൻ കൂടി ഉണ്ടല്ലോ, അപ്പം വ്യാഴൻ്റെ ഒരു മാറ്റം ഇനി വരുന്നുണ്ടല്ലോ. ആ സമയത്ത് നമുക്കിവിടെ എന്ത് പൂജയാണുള്ളത്? അപ്പം അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? ഇവിടെ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ആചരിക്കുന്ന കാര്യങ്ങൾ ശനീശ്വര ജയന്തി. അത് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ശനീശ്വര ജയന്തി. ഇനി അടുത്തത് വ്യാഴം മാറുന്നു. അപ്പൊ ഈ ശനിയുടെ മാറ്റം 2.5 വർഷത്തിലൊരിക്കലും, വ്യാഴം വർഷത്തിലൊരിക്കലും മാറുന്നതുകൊണ്ട് ഇതിനെ രണ്ടിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ നമുക്കിവിടെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ കൂടിയുണ്ട്, ശനീശ്വരൻ മാത്രമല്ല. അപ്പം എല്ലാ ഗ്രഹങ്ങളും ഉള്ളത് കാരണം അതിനു വേണ്ടി നവഗ്രഹ ദോഷത്തിനും നമ്മൾ പ്രത്യേകമായിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതായത് ജൂൺ മാസം 2 തീയതി ചൊവ്വാഴ്ച ആണ് വ്യാഴം മാറുന്നത്. വ്യാഴത്തിൻ്റെ എല്ലാ ഗ്രഹങ്ങൾക്കും അവരുടെ സ്വക്ഷേത്രമുണ്ട്, അവരുടെ മൂലത്രികോണം, ഇങ്ങനെ ചില ജ്യോതിഷത്തിൽ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് പേര് വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വ്യാഴമാറ്റം. അത് ഈ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകൻ രാശി എന്ന് പറയുന്നത്. അപ്പൊ ആ കർക്കിടകൻ രാശിയിലേക്കാണ് മാറുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അപ്പൊ ഈ വ്യാഴം മാറുന്ന സമയത്ത് ജന്മരാശിയുടെ ചില ഭാഗങ്ങളിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വിശേഷമായിട്ട് 3, 6, 8, 12 ഭാവങ്ങളിലൊന്നും അത്ര വലിയ ഗുണകരമായിരിക്കത്തില്ല, സമ്മിശ്രമായിരിക്കും. അതിൽ പ്രത്യേകമായിട്ട് ഗുണം കിട്ടുന്നതെന്ന് പറയുന്നത് 9, 11 ഭാവത്തിലൊക്കെ വരുന്ന സമയത്തും, 7, ഈ 7ാം ഭാവത്തിലൊക്കെ വരുന്നവർക്ക് ഗുണം കൂടിയിരിക്കും, മറ്റുള്ളവർക്ക് സമ്മിശ്രമായിരിക്കും, ചിലർക്ക് കുറച്ച് ദുരിതങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇത്തവണത്തെ മാറ്റം പൊതുവെ എല്ലാ 12 രാശിക്കാർക്കും ഗുണകരമാകുമെന്ന് പറയുന്നത് കാരണം ഭഗവാന്റെ സ്വന്തം ക്ഷേത്രത്തിലേക്ക്, അതായത് ഉച്ചരാശിയിലേക്ക് തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നമുക്ക് വിശേഷാൽ ദക്ഷിണാമൂർത്തി, ഗുരു സങ്കല്പത്തിൽ ദക്ഷിണാമൂർത്തി ഹോമം. അതുപോലെ തന്നെ ഇപ്പം ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം ശനിക്കും ഗുരുവിനും കൂടെ സംയുക്തമായിട്ട് ഒരു ശനി ഗുരു സംയുക്തമായിട്ടുള്ളൊരു ഹോമം, പിന്നെ നവഗ്രഹ ശാന്തി ഹോമം നടത്തുന്നുണ്ട്. അതുപോലെ ഗുരുവിന് പ്രീതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അത് എല്ലാ ഹോമത്തിനും നമ്മൾ പ്രത്യേകമായിട്ട് ചേർക്കുന്ന ചില ദ്രവ്യങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ വ്യാഴത്തിൻ്റെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ചെന്ന കടല. നമുക്ക് ചില ആൾക്കാർക്ക് അറിഞ്ഞൂടെ, ഈ നിലക്കടലയല്ല, മറ്റേ കടലയില്ല, നമ്മൾ ഈ ചുവന്ന കടല, പൊട്ടുകടല എന്ന് പറയുന്നൊരു അത്. അതേപോലെ തന്നെ മഞ്ഞൾ കൊണ്ട് മാല ഉണ്ടാക്കി കൊടുക്കുക, ഈ കടലയുടെ മാല ഉണ്ടാക്കി ഭഗവാൻ കൊടുക്കുക, ഇത് നേദിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ വാഴപ്പഴം പശുക്കൾക്കൊക്കെ നമുക്ക് കൊണ്ടുവരണോ? അത് ഇവിടെ നമ്മൾ കരുതുന്നുണ്ട്, വരുന്നവർക്ക് അത് ഇവിടെ തന്നെ കൊടുക്കും. ഹോമദ്രവ്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കും.
അന്നത്തെ ദിവസം നവഗ്രഹ ഹോമവും ഈ പറയുന്ന വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് നമ്മുടെ എല്ലാ 12 രാശിക്കാർക്കും ശുഭകരമായ എല്ലാ പ്രശ്നങ്ങളും എല്ലാവരും അതുപോലെ തന്നെ ഈ 12 രാശിക്കാർക്കും നമ്മൾ ഈ ശനിപ്രീതിയുടെയും അതിൻ്റെതായിട്ടുള്ള ഒരു ഗുരുവിന്റെ യന്ത്രം കൂടി ചെയ്ത് അവർക്ക് നമ്മളത് ഗിഫ്റ്റായിട്ട് അന്നത്തെ ദിവസം പങ്കെടുക്കുന്നവർക്ക് നമ്മളത് കൊടുക്കുന്നതാണ്. ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിന് വേണ്ടിയും പ്രഭാഷണത്തിന് വേണ്ടിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ കോട്ടയത്ത് മള്ളിയൂർ ക്ഷേത്രത്തിനടുത്ത് തന്നെ ഈ ഒരു ക്ഷേത്രം വളരെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഒരുപാട് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ജീവിതത്തിൽ ഒരു ഉന്നതി, ഉയർച്ച, സമൃദ്ധി, സന്തോഷം, സൗഭാഗ്യം ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതും ഒരു അഭയ സങ്കേതമാണ്. അപ്പോൾ ഈ ക്ഷേത്രം മേൽക്കുമേൽ ഉയർച്ച പ്രാപിക്കുകയും അതോടൊപ്പം ഇവിടെ വരുന്ന ഭക്തർക്കും ആ ഐശ്വര്യം പകർന്നു കൊടുക്കുവാനും മാതാജിയുടെ കരങ്ങൾക്ക് ശനീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ, ദീർഘായുസിനെ തരട്ടെ. ഈ ഒരു ക്ഷേത്ര സങ്കേതം ഒരുപാട് പേർക്ക് അഭയസ്ഥാനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.